തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കരട് പട്ടികയിൽ നിന്ന് പുറത്തുപോയവർക്ക് പുതുതായി അപേക്ഷിക്കണം. ഫോം 6 വഴിയാണ് അപേക്ഷിക്കേണ്ടത്. പുതുതായി അപേക്ഷിക്കുന്നവർക്ക് പുതിയ വോട്ടർ നമ്പറാണ് ലഭിക്കുക. കരട് പട്ടികയ്ക്ക് മേലുള്ള വോട്ടർമാരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും പരാതികളും ആക്ഷേപങ്ങളും കമ്മീഷൻ സ്വീകരിച്ചു തുടങ്ങി. ജനുവരി 22 വരെയാണ് പരാതി ഉന്നയിക്കാനുള്ള സമയം. സഫ്വാൻ വി പി വിവരങ്ങളുമായി ചേരുന്നു. സഫ്വാൻ, ഈ SAR സമയത്ത് പുതുതായി വോട്ട് ചേർത്തവർ അവരുടെ പേര് കരട് വോട്ടർ പട്ടികയിൽ ഇല്ലെങ്കിൽ അവരും ഈ വീണ്ടും ഫോം 6 അപേക്ഷിക്കണമെന്നാണ്. അജിംസ്, നിലവിൽ 24 ലക്ഷത്തിലധികം പേരാണ് ഈ കരട് പട്ടികയിൽ നിന്ന് പുറത്തു പോയത്. ഈ ഒക്ടോബറിലെ കണക്കനുസരിച്ച് 2025 ഒക്ടോബറിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് 2.72 കോടി വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. അതിൽ കരട് പട്ടികയിലേക്ക് വരുമ്പോൾ സഫ്വാൻ തുടരൂ പ്ലീസ്. BLOമാർക്ക് കണ്ടെത്താൻ കഴിയാത്ത ആളുകളുണ്ട്. ഈ ലിസ്റ്റിൽപ്പെട്ട ആളുകൾക്ക് ഇനി പുതുതായി, അതായത് പുതിയൊരു വോട്ടർ എങ്ങനെയാണോ അപേക്ഷ നൽകുന്നത് ആ വിധത്തിൽ മാത്രമേ വോട്ടർ പട്ടികയിൽ കയറിപ്പറ്റാൻ കഴിയൂ എന്നുള്ള കാര്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയുന്നത്. ഇവർക്ക് ഇനി എന്തെങ്കിലും ഒരു ഹിയറിങ്ങോ കാര്യങ്ങളോ ഉണ്ടാവില്ല. പുതിയൊരു വോട്ടർ എങ്ങനെയാണോ, അതായത് 18 വയസ്സ് തെളിയിച്ച ഒരാൾ സാധാരണ രീതിയിൽ ഫോം 6 വഴി പൂരിപ്പിച്ച് നൽകിയാണ് ഈ വോട്ടർ പട്ടികയിൽ പേര് രേഖപ്പെടുത്തുക. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവർക്ക് പുതിയ ID നമ്പറും പുതിയ ID കാർഡും ലഭ്യമാക്കേണ്ട ഒരു സാഹചര്യം വരും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതായാലും ഇതിനുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൃത്യമായ വിശദീകരണം നൽകിയിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികളാണ് ഇതിൽ ആശങ്ക പ്രകടിപ്പിച്ചത്. അതായത് ഒരു 30 വയസ്സായ ഒരാള് ഈ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ഇതുവരെ അദ്ദേഹം വേറൊരു IDയിലും വേറൊരു വോട്ടർ IDയിലും വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയൊരു കന്നി വോട്ടറെ പോലെ പുതിയ ID നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് 2 തലത്തിലാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുക. ഒന്ന്, ഈ എന്യൂമറേഷൻ ഫോം തിരിച്ചു നൽകാൻ ഇവർ വിസമ്മതിച്ചതുമായി ബന്ധപ്പെട്ടും അവരെ BLOമാർക്ക് ട്രേസ് ചെയ്യാൻ പറ്റാത്ത കാരണങ്ങളാലും അങ്ങനെ പല കാരണങ്ങളാൽ ഈ എന്യൂമറേഷൻ ഫോം തിരിച്ചു നൽകാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അതേസമയം തന്നെ ഈ ടെക്നിക്കൽ ഇററായും ഈ കമ്മീഷന്റേതായ തന്നെ പിഴവായിട്ടും ഇത്തരം ആളുകൾ പുറത്തു പോകുന്ന പരാതികളും നമുക്ക് മുന്നിൽ ഉണ്ടായത്. അങ്ങനെ ഒരു വോട്ടർക്ക് പുതിയൊരു അപേക്ഷ ഉണ്ടാകുന്നതിലുള്ള സാങ്കേതികവും രാഷ്ട്രീയ പാർട്ടികൾ ചോദ്യം ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇനി ഈ നമുക്കറിയാം 24 ലക്ഷത്തോളം ആളുകളാണ് SIRന്റെ കരട് പട്ടികയിൽ നിന്ന് പുറത്തു പോയവര്. അതിൽ മരിച്ചവരെ ഒഴിവാക്കിയാൽ 6 ലക്ഷത്തിൽ അധികമാണ് മരിച്ചവരുള്ളത്. അതിൽ ഡ്യൂപ്ലിക്കേഷൻ വന്നവരുണ്ട്, സ്ഥിരമായി സ്ഥലം മാറിയവരുണ്ട്, BLOമാർക്ക് ട്രേസ് ചെയ്യാൻ പറ്റാത്ത ആബ്സെന്റ് ആണ് അൺട്രേസബിൾ വിഭാഗത്തിലുണ്ട്. ഇവരുള്ള ആളുകൾ, ഇവർക്ക് യോഗ്യത തെളിയിക്കണമെങ്കിൽ പുതുതായി എങ്ങനെയെങ്കിലും ഒരു വോട്ടർ എങ്ങനെയാണോ അപേക്ഷ നൽകുന്നത് ആ വിധത്തിൽ മാത്രമേ അപേക്ഷ നൽകാൻ കഴിയൂ എന്നുള്ളൊരു കാര്യം രാഷ്ട്രീയ പാർട്ടികൾക്കും ഇടയിലും വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് രാഷ്ട്രീയ പാർട്ടികൾ ഈ ഒരു വിഷയത്തെ, കാരണം രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരത്തെ തന്നെ ഇവരുടെ ഒരു ലിസ്റ്റ്, ഈ പുറത്താക്കപ്പെട്ട ഒരു ലിസ്റ്റ് 17-ാം തീയതി തന്നെ കമ്മീഷൻ പുറത്തു വിട്ടിട്ടുണ്ട്. അവരുടെ ലിസ്റ്റ് എടുത്ത് ഇതിൽ കമ്മീഷന്റെ ഭാഗത്തുള്ള പിഴവടക്കം ചൂണ്ടിക്കാണിച്ച് രാഷ്ട്രീയ പാർട്ടികൾ പ്രാദേശിക തലത്തിലും അല്ലാതെയും കമ്മീഷനെ സമീപിക്കുന്നുണ്ട്. ആ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇങ്ങനെ ഒരു ആശങ്ക രാഷ്ട്രീയ പാർട്ടികൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും കമ്മീഷനാണ് ഇതിൽ വിശദീകരണം നൽകേണ്ടത്.